മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ അന്തിമ തീരുമാനം നീളുന്നു. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് കാരണം. 1.05 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാനായിരുന്നു തീരുമാനം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്താണ് ഇതിലെ നിലനിൽക്കുന്ന തടസ്സം? വേണു, ഈ മാസം 13-ാം തീയതി ഈ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ വൈത്തിരി ബാങ്കിന് കീഴിലുള്ള സകല വായ്പകളും ഇത്തരത്തിൽ എഴുതിത്തള്ളാൻ, ഈ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ഒരു തീരുമാനമെടുത്തത്. അത് സംബന്ധിച്ചാണ് ഈ കഴിഞ്ഞ ദിവസവും ഈ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ഒരു യോഗം ചേർന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ ഈ ജനറൽ ബോഡി യോഗത്തിൽ ഈ ബജറ്റ് മറ്റു കാര്യങ്ങളൊന്നും പാസ്സാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പാസ്സാക്കാതെ വന്നതാണ് ഇത്തരത്തിൽ ഈ വായ്പ എഴുതിത്തള്ളാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഈ ബാങ്കിന്റെ ചെയർമാൻ പറയുന്നത്. ആ യോഗം അലസിപ്പിരിഞ്ഞിരുന്നു. അതിൽ UDF ആണ് ഇതിന്റെ ഭരണം കൈയാളുന്നത്. UDF ഇത് ഇടതു പ്രതിനിധികളുടെ മേൽ പഴിചാരുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെയാണെന്ന് പറയുന്നു. പക്ഷേ അന്തിമമായി ഈ തരത്തിൽ അന്തിമ തീരുമാനം നീളുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ വായ്പ എഴുതിത്തള്ളുന്നതിൽ സർക്കാരിന്റെ തീരുമാനം അന്തിമമായി എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു സാങ്കേതിക കാരണം മാത്രമാണ് ഈ ജനറൽ ബോഡി യോഗവും അതിനകത്തെ മറ്റു കാര്യങ്ങളുമൊക്കെ. എന്തായാലും ഈ ഭരണസമിതിയും അതേപോലെ തന്നെ ഈ ഇടതുപക്ഷ പ്രതിനിധികൾ അങ്ങനെ പരസ്പരം പഴിചാരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബാങ്കിന്റെ പൊതുയോഗം അലസിപ്പിരിഞ്ഞതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നുള്ളതാണ് ഈ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത്. ഈ ഇടതുപക്ഷ പ്രതിനിധികൾ ഉന്നയിക്കുന്ന തടസ്സവാദമാണ് ഇതിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ ഇത് ഈ ബാങ്ക് ഈ വായ്പ എഴുതിത്തള്ളതിൽ പ്രധാന കാരണമെന്ന് പറയുന്നു. അതായത് ഈ യോഗം പാസ്സാക്കി, ഈ ബജറ്റ് പാസ്സാക്കിയെങ്കിൽ മാത്രമേ ഈ വായ്പ എഴുതിത്തള്ളാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന വാദം. പക്ഷേ ഈ ഇടതു പ്രതിനിധികളോട് നമ്മൾ പ്രതികരണം തേടിയപ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ഈ ഭരണസമിതിക്ക് ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതല്ലാതെ ഈ യോഗം അലസിപ്പിരിഞ്ഞതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ തടസ്സവാദം ഉന്നയിച്ചത് കൊണ്ടോ അല്ല ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത് എന്ന് അവരും പറയുന്നു. ഏതായാലും ഈ ദുരന്ത ബാധിതർക്ക് അത് വായ്പ എഴുതിത്തള്ളുന്നതിൽ അതിൽ അനിശ്ചിതത്വം നീളുകയാണ്. അതെന്നാണ് എന്ന് അതൊരു ആശങ്കയിലായി ഇങ്ങനെ നിൽക്കുകയാണ്. അതെന്നാണ് കൃത്യമായി ഇത് പരിഹാരം ഉണ്ടാകുക എന്ന് അറിയുകയില്ല. എന്തായാലും കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ അടുത്ത യോഗത്തിൽ അതൊരു പക്ഷേ ചർച്ചയ്ക്ക് വന്നേക്കാം എന്നുള്ളതാണ് ബാങ്ക് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നു. ഏതായാലും ഈ തീരുമാനം, ഈ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അത് അനിശ്ചിതത്വത്തിലാണ്, അത് നീളുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വേണു. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.